ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു അലോവേര സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മുന്നേ ഞാൻ അലോവേര സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാക്കുക അതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നും അറിയാത്ത ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കട്ടെ. അതിൽ ഞാൻ നല്ല അലോവേര ലീഫ് 2 ലീഫാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് നേരം വെച്ച് അതിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം അതിനെ തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ വെള്ളം ഒഴിക്കാതെ മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. എന്നിട്ട് അത് അരിച്ചെടുത്ത് ഇനി ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യാം. ചില ആൾക്കാർക്ക് ഇത് നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ എന്ന് പറയണേക്കാം, അലർജി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ നല്ലതാണ് നമ്മളതിനെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. കാരണം ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുക അങ്ങനെയാണ്. അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെക്കുക, മുകളിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് നന്നായി അടിയിലത്തെ വെള്ളം നന്നായി തിളക്കുമ്പോൾ ഇത് കുറച്ച് നേരം അതിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കുക. കാരണം അത് തിളക്കൊന്നുമില്ല, ഒരുവിധം നന്നായി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സോപ്പ് ബേസ് കഴിഞ്ഞാൽ പിന്നെ അത് ഞാനിപ്പോൾ 1.5 കിലോ സോപ്പ് ബേസാണ് എടുത്തത്. അപ്പോൾ ആ ഒരു ലെവലിലാവുമ്പോൾ സോപ്പ് ബേസ് 3-4 ടൈപ്പ് ഉണ്ട്. നമുക്ക് ലോ ക്വാളിറ്റി ഉണ്ട്, നോർമൽ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്, ഡബിൾ ഹൈ ക്വാളിറ്റി ഉണ്ട്. ഇതിൽ നോർമൽ ക്വാളിറ്റി സോപ്പ് ബേസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1.5 കിലോ ആണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് 1.5 കിലോ ഒരുമിച്ചിട്ടിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലൊരു 3/4 ഭാഗം ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അത് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ അതിങ്ങനെ ഉരുകി വരുമ്പോൾ അതിങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നിറച്ചു ഇട്ടിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ ഇങ്ങനെ താഴ്ന്ന് വരുമ്പോൾ ബാക്കിയുള്ള ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. വളരെ ചെറുതായിട്ടാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോകളിലൊക്കെ വലിയ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ആ ഒരു ഡബിൾ ബോയിൽ ചെയ്യാനുള്ള ഒരു സമയത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് നേരത്തെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ലോ ക്വാളിറ്റി എങ്ങനെയാണ്, ഹൈ ക്വാളിറ്റി എന്താണ്, ഡബിൾ ഹൈ ക്വാളിറ്റി എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ലോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു പോവുക, പതല്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള ഒരു ഇതിൽ പെട്ടതാണ്. വളരെ വില കുറഞ്ഞിട്ടും ആയിരിക്കും ചിലപ്പോൾ അത് കിട്ടണുണ്ടാവുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നോർമൽ ക്വാളിറ്റിയാണ്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുവിധം നല്ല ആവശ്യത്തിന് പദം ഉണ്ടാവും, ആവശ്യത്തിന് ഉറപ്പുണ്ടാവും. അതിലൊരു 50-60 ഗ്രാം വരെ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടിയും, ഇതൊക്കെ നോർമൽ ക്വാളിറ്റിയിലും നമുക്ക് എന്തുണ്ട്, പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അതാണല്ലോ എപ്പോഴും നല്ലത്. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതും അതല്ലാത്ത കൂടുതൽ കെമിക്കൽ അടങ്ങിയതും വരുന്നുണ്ട്. പിന്നെ നോർമൽ ക്വാളിറ്റിയിൽ ചേർക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഡബിൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡബിൾ ഹൈ ക്വാളിറ്റിയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സോപ്പിൽ പിന്നെ പെട്ടെന്ന് അലിഞ്ഞു പോവാതിരിക്കാനും കുറച്ചും കൂടിയും നോർമലിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഡബിൾ ബോയിൽ ചെയ്ത ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ ആ ഭാഗത്ത് വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മളിത് ഇറക്കി വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കിലോയിലേക്ക് 5 ഗ്രാം പിന്നെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1.5 കിലോയിലേക്ക് ഏകദേശം ഒരു 7.5 ഗ്രാം, ഇനി ഏറി വന്നാൽ ഒരു 10 ഗ്രാം ഏതെങ്കിലും ഓയിൽ. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. ഞാൻ ചിലപ്പോൾ ആൽമണ്ട് ഓയിൽ ചേർക്കാറുണ്ട്, പിന്നെ അലോവേര ഓയിൽ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അലോവേര ഓയിൽ സ്റ്റോക്ക് ഔട്ടാണ്, അതുകൊണ്ട് ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1 കിലോയിലേക്ക് ഒരു 5-7 ഗ്രാം മതി. അപ്പോൾ ഞാനിപ്പോൾ 1.5 കിലോയിലേക്ക് ഏകദേശം ഒരു 7.5 ഗ്രാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വിറ്റാമിൻ ഇ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ 1 കിലോയിലേക്ക് 1 ഗ്രാം കോൺസെൻട്രേറ്റഡ് ഓയിലാണ്. 1 കിലോയിലേക്ക് 1 ഗ്രാം മതി. ഇപ്പോൾ 1.5 ഗ്രാമാണ് ചേർക്കണം. ഇനി അഥവാ നിങ്ങൾ ക്യാപ്സൂളാണ് ചേർക്കണതെങ്കിൽ ഏറ്റവും കുറഞ്ഞതായിട്ട് 10 എണ്ണമെങ്കിലും ചേർക്കണം. ഒരു സോപ്പിലേക്ക് 1 എണ്ണം വീതം. 10 എന്ന് പറയുമ്പോൾ 1 കിലോയിലേക്ക് 10 എണ്ണം. അപ്പോൾ ഒരു സോപ്പിലേക്ക് 100 ഗ്രാമിൻ്റെ ഒരു സോപ്പിലേക്ക് 1 എണ്ണമാണ് കിട്ടുക. നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 20 എണ്ണം ചേർത്താൽ ഒരു സോപ്പിലേക്ക് 2 എണ്ണം വെച്ച് കിട്ടും. അതല്ലെങ്കിൽ വിറ്റാമിൻ ഇ കോൺസെൻട്രേറ്റ് ഓയിലാണെങ്കിൽ 1 കിലോയിലേക്ക് 1 ഗ്രാം വെച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് കളറാണ്. കളർ നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ലൈറ്റ് കളർ വേണോ, വളരെ ലൈറ്റ് കളർ വേണോ, ഡാർക്ക് വേണോ,
അതികഠിന ഡാർക്ക് കളർ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അലോവേര സോപ്പൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കണതും ചെയ്യണതൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇനി അടുത്തതായിട്ട് അലോവേര ഫ്രാഗ്രൻസ് ഓയിൽ, ഫസ്റ്റ് ക്വാളിറ്റി അലോവേര ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർക്കുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 1.5 കിലോയിലേക്ക് ഈ ഒരു ബോട്ടിൽ 23 മില്ലിയാണ് അത് ചേർത്താൽ മതി. സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം 23 മില്ലി ഒരു കിലോയ്ക്ക് തന്നെ ചേർക്കേണ്ടി വരും. പക്ഷെ അത് സോപ്പിൻ്റെ സ്മെല്ല്, സോപ്പ് തീരുന്നത് വരെ മണം നിൽക്കാൻ എപ്പോഴും നല്ലത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ കളർ കുറച്ചും കൂടി കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി കളർ ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിൻ്റെ മുകളിലൊരു പത പോലെ ഉണ്ടാവും. പക്ഷെ നന്നായി ഇളക്കി കൊടുക്കുകയാണെങ്കിലും പിന്നെ ചില സോപ്പ് ബേസിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിരിക്കും പത. അപ്പോൾ കുറേ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആകെ മുകളിൽ ആകെ പത കെട്ടി നിൽക്കണ ഒരു സംഭവം. അത് കുറേയൊക്കെ ആ സോപ്പ് ബേസിൻ്റെയും കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സോപ്പ് ബേസിൽ ഇപ്പോൾ അത്ര വലിയൊരു പത വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ടില്ല. ആ ഒരു അലോവേരയുടെ ആ ഒരു മിശ്രിതം നമ്മൾ ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ളൊരു പതയാണ്. പിന്നെ ഓവറായിട്ട് ഇളക്കി കഴിഞ്ഞാലും പത കൂടുതലായിട്ട് വരും. അപ്പോൾ ഈ ഒരു പതകളൊക്കെ ഏകദേശം നമുക്ക് ആ ഒരു ബബിൾ സ്പ്രേ അടിച്ചു കൊടുത്താൽ തന്നെ പിന്നെ ഇല്ലാതായി പോണതാണ്. പിന്നെ അലോവേര സോപ്പ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ സോപ്പ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അതിൻ്റെ ഒരു ചെടി ഉണ്ടായിരിക്കും. എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് അലോവേര. പക്ഷേ ഒരുപാട് ഗുണങ്ങളാണ് അലോവേര ആ ഒരു നല്ലൊരു സോപ്പ് ബേസിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കിൻ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, സോപ്പിൽ ചേർത്താൽ അങ്ങനെ വലിയ ഗുണങ്ങളൊന്നും ഇല്ല, അത് കഴുകി കളഞ്ഞാൽ പോകണമല്ലേ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. അങ്ങനെയാണ്. പക്ഷെ ഒരു കെമിക്കൽ കൂടുതലായിട്ടുള്ളൊരു സോപ്പ് വെച്ച് ചെയ്യണേക്കാളും ഉപയോഗിക്കണേക്കായി നല്ലത് എപ്പോഴും വളരെ കെമിക്കൽ കുറഞ്ഞിട്ടുള്ള ഒരു സോപ്പ് ബേസും അതിലേക്ക് നല്ല അലോവേരയോ അല്ലെങ്കിൽ പപ്പായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ അത് കുറേ കൂടി സ്കിന്നിന് നല്ലത് തന്നെയാണ്. അത് സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടെ എന്തെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ആ സോപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ബേസിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാൻ മോൾഡിൽ ഒഴിക്കുകയാണ്. ഏകദേശം 100 ഗ്രാമിൻ്റെ പിന്നെ അതായിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഒഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, നിറയെ ഉള്ള കാരണം കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് ഒഴിക്കാൻ. പിന്നെ കുറേ പേരോടൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് 100 ഗ്രാമിൻ്റെ മോൾഡിൽ പിന്നെ 85 ഗ്രാമിൻ്റെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എത്ര നിറച്ചൊഴിക്കണം, 100 ഗ്രാം കിട്ടാൻ 105 ഗ്രാം കിട്ടാൻ എത്ര ഒഴിക്കണം എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് സ്ഥിരമായിട്ട് ഉണ്ടാക്കി തുടങ്ങിയ ആൾക്കാർക്ക്. അതിൽ നമുക്ക് 75 ഗ്രാമിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് കാലം ഉണ്ടാക്കിയാലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റേതായ ആ ഒരു വെയിറ്റ് കിട്ടുന്ന മോൾഡ് തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് സോപ്പ് ബേസും അതേപോലെ തന്നെ ഇപ്പോൾ ഈ നോർമൽ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ഡബിൾ ഹൈ ക്വാളിറ്റി ഒക്കെ സോപ്പ് ബേസ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷിയ ബട്ടർ, ഗോട്ട് മിൽക്ക്, പപ്പായ, അലോവേര, തുളസി, നീം, മഞ്ചിഷ്ട, പിന്നെ നമ്മളെ ശംഖുപുഷ്പം, സാഫ്രോൺ, ഇത്തരം ബേസുകളൊക്കെ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. റോസ്, ലാവണ്ടർ, എല്ലാ ബേസുകളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി പെർഫ്യൂമുകളും പിന്നെ നമ്മൾ ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, വെജിറ്റബിൾ ഗ്ലിസറിൻ, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സോപ്പുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുക. പറ്റുന്നിടത്തോളം അങ്ങനെ ചെയ്യാം. പിന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ സമയമില്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ സോപ്പുകളും അയച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇതിൻ്റെ മുൻപ് അലോവേര സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില ആൾക്കാരിങ്ങനെ ഗ്രീൻ കളറിലും ചിലർ തീരെ കളറില്ലാതെ ഒരു തരം വെള്ള, അതായത് ഈ അലോവേര ചെടിയിൽ നിന്ന് എടുക്കണ ഒരു ജെല്ലിൻ്റെ കളറുണ്ടല്ലോ, ആ കളറിൽ തന്നെ ചെയ്യാറുണ്ട്. ഞാനും ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ഏതാണ്, കളറിൽ ചെയ്യണതാണോ അതോ കളറില്ലാതെ ചെയ്യണതാണോ നല്ലത് എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതിൽ അധികം കളറ് ചേർത്തിട്ടില്ല. എന്നാൽ ഒരു നല്ലൊരു കളറിൽ ആ ഒരു കളറ് കിട്ടുന്ന വരെ ചെറുതായി കുറേശ്ശെ കളറ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഒറ്റയടിക്ക് കളറ് ചേർക്കുമ്പോൾ നമുക്ക് ആ ഉദ്ദേശിച്ചൊരു കളറ് കിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ കളറുകൾ നമ്മളടുത്തുണ്ട്. നമുക്ക് കോസ്മെറ്റിക് ഗ്രേഡിൽ വരുന്ന കളറുകൾ
ഇപ്പോൾ 6 കളർ കോംബോ ഓഫറുണ്ട്. ഒരു 23 മില്ലിയുടെ 6 കളറാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു കോംബോ ഓഫറുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ സോപ്പ് മേക്കിംഗ് ക്ലാസ് ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് ഉണ്ട്, എല്ലാ സമയത്തും ഇല്ല. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മളിപ്പോൾ ക്ലാസ് കൊടുക്കുന്നത്. കുറേ തിരക്കുകളുള്ളത് കൊണ്ടാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ യൂട്യൂബ് ചാനലുകളിലൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ അങ്ങനെ ക്ലാസ് പഠിക്കണം എന്നൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടിയും എന്താ പറയുക, സോപ്പ് എങ്ങനെ കുറച്ചും കൂടിയും കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് എങ്ങനെ നമുക്കൊരു മുഖക്കുരു പോവാൻ എന്ത് ചേർക്കാം, ഒരു മോയ്സ്ചറൈസിങ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം, ഒരു പിന്നെ അതേപോലെ കഴുത്തിലെയും വണ്ടറാംസിലെയും അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് കളറുകളൊക്കെ എങ്ങനെ കുറക്കാൻ പറ്റും, അതേപോലെ നമുക്ക് എന്താ പറയുക, അതുപോലെ കെമിക്കലില്ലാതെ എങ്ങനെ സ്കിൻ വൈറ്റനിങ്ങിനുള്ള ഒരു സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ സ്പെഷ്യലായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ച് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ, അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാനും പിന്നെ അതുപോലെ നമ്മളിങ്ങനെ ഇപ്പോൾ അലോവേര സോപ്പ് എങ്ങനെ നമുക്ക് റേറ്റ് കുറച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ തന്നെ റേറ്റ് കൂടുതലായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ അലോവേര സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.